ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. എന്തായാലും ഈ താരയുടെ വീട്ടിൽ ഇനി തങ്ങില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ശാരദയും മക്കളും കാവേരിയും. ആ ഒരു തീരുമാനത്തിലൂടെ തന്നെയാണ് നമുക്ക് അംബികാമ്മയുടെ വീട്ടിലേക്ക് പോകാം, അവിടെ വീട് തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ്. മുത്തശ്ശിക്കാണ് ഏറ്റവും തിടുക്കം, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അങ്ങനെ റെഡിയായി ഇറങ്ങി. ബാക്കിയുള്ളവർ വരാത്തതിന് അവിടെ നിന്ന് പുറകുറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ശാരദയും മക്കളോട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്തൊരു ഒരുക്കുവാടിയെന്നും ചോദിച്ചു ശാരദയോട്. ശാരദ പറഞ്ഞു, അമ്മയ്ക്ക് ഇങ്ങനെ സാരി ചുറ്റി ഇറങ്ങി പോന്നാൽ മതി, എനിക്ക് അങ്ങനെയാണോ എല്ലാത്തിൻ്റെ കാര്യങ്ങളും നോക്കണ്ടേ, എല്ലാത്തിനും ഒരുക്കി എടുത്തുകൊണ്ട് വരണ്ടേ, പിന്നെ എല്ലാ കുഞ്ഞുങ്ങളല്ലേ ഒരുക്കി എടുത്തുകൊണ്ട് വരാൻ. മാത്രമല്ല അവരുടെ റൂം പഴയതുപോലെ തന്നെ ആക്കി കൊടുക്കണ്ടേ, എന്തെങ്കിലും സാധനം മറന്നോന്ന് നോക്കണ്ടേ, എന്തോ മറന്നു മനസ്സിൽ, അത് അമ്മയ്ക്ക് എപ്പോഴും ഉള്ളതാണല്ലോ എന്ന് കാവേരി. എന്തായാലും പോകുന്നതിന് മുമ്പ് നമുക്കെന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് ശാരദ പറഞ്ഞു. പറയൊന്നും വേണ്ട എന്നാണ് ബാക്കിയുള്ളവരുടെ അഭിപ്രായം. എന്തായാലും നമുക്ക് അഭയം തന്നതല്ലേ, നമുക്ക് പറഞ്ഞിട്ട് പോകാം. അങ്ങനെ താരേന്ന് വിളിച്ചു. താര മോളിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാം, മോള് ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ എന്ന് ശാരദ പറഞ്ഞപ്പോഴേക്കും, പോകാനായിരുന്നോ, ഞാൻ അവിടെ ഒരു ജോലിയിലായിരുന്നു, അങ്ങ് പോയാൽ പോരെ, കഥ അങ്ങ് ചാരിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കാവേരിക്കും യമുനയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. അമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്തായാലും ഇവൾക്ക് രണ്ടെണ്ണം പറഞ്ഞിട്ട് വേണമായിരുന്നു പോകാൻ എന്ന് യമുന പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയും പറഞ്ഞു, ശരിയാണ്, ഇവൾക്കിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് വേണമായിരുന്നു പോകാനായിട്ടെന്ന്. എന്തായാലും അതൊന്നും വേണ്ട, അവർ ചെയ്യുന്നത് പോലെ നമ്മൾ എന്തിനാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും താര ജയബാലങ്ങളെ വിളിച്ച് പറയുന്നുണ്ട്, ജയബാലങ്ങളെ ഞാനിവിടെ നിറക്കി വിട്ടിട്ടുണ്ട്, ബാക്കി എന്താണെന്ന് വെച്ചാൽ അങ്കിള് നോക്കിക്കോളാനായിട്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെവിൻ എങ്ങോട്ടോ പോകാനൊക്കെ ആയിട്ട് സെറ്റ് ആവുകയാണ് കേട്ടോ. എന്തായാലും നെവിൻ്റെ അമ്മയ്ക്ക് ഈ യാത്ര അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നിട്ട് നെവിൻ്റെ അച്ഛനോട് വന്നിട്ട് ഇരുന്നിട്ട് പറയാം, സൈഡിലിരുന്ന് ചൊറിഞ്ഞ് പറയാം, അതേ ഈ യാത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, ഛത്തീസ്ഗഡിലെ ഭയങ്കര മഴയാ, യാത്രയൊന്നും പോകാൻ കൊള്ളില്ല. എൻ്റെ പൊന്നി സത്യേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വാ, നിങ്ങൾ ഛത്തീസ്ഗഡിൽ പോയി കിടക്കല്ലേ, നിങ്ങൾ അവിടെ നിന്ന് വാ, നിങ്ങൾ മനസ്സുകൊണ്ട് ഇവിടെ വാ. ഞാനതല്ല, നമ്മുടെ മോൻ്റെ യാത്രയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോഴേക്കും നെവിൻ റെഡിയായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അവൻ വരുന്നുണ്ട്. ഇത്ര പുലർച്ചെ പോണോടാ? ഈ സമയത്താണെങ്കിൽ ഡ്രൈവിംഗ് നല്ല സ്മൂത്തായിരിക്കും, ട്രാഫിക്ക് കുറവല്ലേ. പിന്നെ നീ കൊച്ചിക്ക് തന്നെയാണല്ലോ പോകുന്നതല്ലേ? എന്താമേ ഇത്, കൊച്ചിയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് സീറ്റ് ശരിയാക്കി തന്നത് അച്ഛൻ തന്നെയല്ലേ? ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന അമ്മയുടെ പേടി കൊണ്ടല്ലേ അമ്മ അങ്ങനെ ചെയ്തത്. അപ്പം നീ തിരുവനന്തപുരത്തിന് പോകത്തില്ലല്ലോ അല്ലേ? എൻ്റെ പൊന്നമ്മ, അവിടെ എന്താ ഉള്ളത്? അയ്യോ, അതേ ഒന്നും അറിയില്ല എന്ന് നടിക്കണ്ട, അവിടെ അല്ലേ അവള് കാവേരിയും കുടുംബവും. പെട്ടെന്ന് നെവിൻ പറഞ്ഞു, കാവേരിക്ക് പ്രണയമൊന്നും ഇല്ലാമേ എന്നോട്, അതെൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു, അക്കാര്യം ഞങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. പിന്നെ ഞാനെന്തിന് ഇനി അവളുടെ പിന്നാലെ പോകണം? പോരെങ്കിൽ കർപ്പൂരം കത്തിച്ച് അമ്മ എന്നെക്കൊണ്ട് സത്യം ചെയ്തതല്ലേ, പോകാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. അപ്പോഴേക്കും അസി വന്നു. ബാഗ് ചോദിച്ചു. ബാഗ് മേടിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ബാഗല്ലേ ഉള്ളൂ. അങ്ങനെ അസി ബാഗുമായിട്ട് പോയിട്ട് വരട്ടെ അമ്മേ. എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയാണ്. നെവിൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് രാജി. എന്താ രാജി? നെവിൻ ഒരുപാട് മാറിപ്പോയി സത്യേട്ട, അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സത്യേട്ടൻ അവൻ്റെ മുഖത്ത് സന്തോഷം ശ്രദ്ധിച്ചില്ലേ? അതിങ്ങോട്ട് വരുമ്പോഴായിരുന്നു, അതിപ്പോൾ ഇറങ്ങി പോകുമ്പോഴാണ്. ഇവിടെ നടന്ന സംഭവങ്ങളിലേക്ക് അവൻ മാനസിക സംഘർഷത്തിലായിരുന്നല്ലോ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിൻ്റെ ഒരു ആശ്വാസമാണ് അവൻ്റെ മുഖത്ത്. അല്ല സത്യേട്ടാ, അവനെ എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നൊരു തോന്നൽ അതെനിക്കുണ്ട് എന്ന് രാജി ഇങ്ങനെ പറയാണ്. എന്തായാലും നമ്മുടെ കാവേരിയും കൂട്ടരും കൂടിയിട്ട് ഈ വീടിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അംബികാമ്മയുടെ വീടിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. വീട് കണ്ടിട്ട് നീളമോള് ചോദിച്ചു, ഇത്രയും വലിയ വീടോ? ഇത് നമുക്ക് താമസിക്കാനുള്ള വീടല്ല, ഇത് ഹൗസ് ഓണറുടെ വീടാണ്, നമുക്ക് താമസിക്കാനുള്ള വീട് അതാണ് എന്നും പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോഴേക്ക് യമന് പറഞ്ഞു, അയ്യോ അത്രയും ചെറുതാണോ, കാണാനും ഭംഗിയില്ല, ഒരു രസവും ഇല്ല, ഇത് വീടിൻ്റെ ഒരു വശമാണ്, മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഭംഗിയുണ്ട് എന്ന് കാവേരി പറഞ്ഞപ്പോൾ യമന് പറഞ്ഞു, എന്നാലും അതെ നമ്മളിവിടെ സുഖവാസത്തിനല്ല, നീളയുടെ ചികിത്സയ്ക്കാണ് വന്നത്. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അതെ പെട്ടെന്ന് തന്നെ നമുക്ക് പുഷ്പവാടിക്ക് തിരിച്ചു പോകണം. ഇത് കേട്ട് ഗംഗയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഗംഗ കലിപ്പോട് കൂടി ഒന്ന് നോക്കി. അമ്മ പോയി താക്കോല് മേടിച്ചിട്ട് വാ. അങ്ങനെ ശാരദ താക്കോല് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയി, അകത്തേക്ക് പോയി. നമ്മുടെ നിളമോൾ അവിടെ കണ്ട ഓരോ ശില്പത്തിലൊക്കെ പോയി തൊട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ശാരദ പോയി ബെല്ലടിക്കുകയാണ്. കതക് തുറന്നത് അംബികാമ്മയുടെ മകളാണ് കേട്ടോ.
ആരാ എന്ന് ചോദിച്ചപ്പം ഞാൻ ശാരദ, ഇവിടെ വാടകയ്ക്ക് വീട് നോക്കിയില്ലേ? അംബികാമയില്ലേ? ഉണ്ട്. ഒന്ന് വിളിക്കുമോ? അപ്പോഴേക്കും പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കുകയാണ്. കുറേ പേരുണ്ടല്ലോ എന്നായിരിക്കും ഇവരുടെ മനസ്സിൽ. എന്തായാലും അവരങ്ങ് അകത്തേക്ക് കയറിപ്പോയി. അകത്ത് ചെന്ന് അംബികയും ഭർത്താവും അവിടെ ഇരിക്കുകയായിരുന്നു. അംബികയോട് പറഞ്ഞു, അമ്മേ, ആ വാടകയ്ക്ക് വീട് വേണമെന്ന് പറഞ്ഞവർ വന്നിട്ടുണ്ട്. നിനക്ക് അവരോട് പറയത്തില്ലായിരുന്നു ഇവിടെ വാടകയ്ക്ക് വീടൊന്നുമില്ല എന്ന്. കാരണം വാടകയ്ക്ക് വീട് കൊടുക്കാനായിട്ട് നരയനോ അതോടൊപ്പം തന്നെ ഇവരോ സമ്മതിക്കത്തില്ല എന്ന്, ഇയാളോ സമ്മതിക്കത്തില്ല എന്ന് അംബികാമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മകൾ എന്നിട്ട് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അതായത് അംബികാമ്മയുടെ ഭർത്താവ് പറഞ്ഞു, അതെ, നീ തന്നെ പറഞ്ഞു വിട്, നീയല്ലേ അവർ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞത്, അപ്പം നീ തന്നെ ചെന്ന് വേണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പറഞ്ഞു വിടാനായിട്ട്. അംബികാമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ. അവർ വീട് താമസിക്കാൻ വന്നതുപോലെ ഉണ്ടെന്നൊക്കെ വന്ന് ഈ മോള് പറഞ്ഞായിരുന്നു, താമസിക്കാൻ വന്നതുപോലെ ഉണ്ട്, അവർ താമസിക്കാനായിട്ട് പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ. എന്തായാലും ഇതേ സമയം ജയപാലൻ്റെ ഒരു കോള് നമ്മുടെ നരയന് വരികയാണ്. നരയൻ കിടന്നുറങ്ങുമായിരുന്നു, തലയും മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്ന നരയൻ ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് നരയൻ കോൾ എടുത്തു. ഉറക്കത്തിൽ തന്നെ കിടന്നുകൊണ്ട് കോൾ എടുത്തു. ജയപാലനാണ്. ജയപാലൻ. ശരി 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 ഓക്കെ എന്നും പറഞ്ഞ് കട്ട് ചെയ്ത് വിട്ടു. നരയൻ അങ്ങ് പോയി. ഇയാളെന്താ ഇങ്ങനെ കട്ട് ചെയ്തോ? ജയപാലന് ദേഷ്യം വന്നു കേട്ടോ. എങ്ങനെയും ഒരു അഭയം അവർക്ക് കിട്ടരുത്, കാവേരിക്കും കൂട്ടർക്കും കിട്ടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ജയപാലൻ കിടന്ന് കളിക്കുന്നത്. വീണ്ടും കോൾ വരികയാണ്. നരയന് കലി വരുന്നുണ്ട് കേട്ടോ. വീണ്ടും നരയൻ കോൾ എടുത്തു. പറഞ്ഞോ? അതെ, ജയപാലൻ തന്നെയാ. ആയിക്കോട്ടെ, എന്താ കുറച്ച് മുമ്പ് ഇത് തന്നെയല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് വീണ്ടും കോള് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം മനഃപൂർവ്വം കട്ടാക്കിയതാണല്ലേ. അങ്ങനെ വിടാൻ ഈ ജയപാലൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജയപാലൻ വീണ്ടും വിളിക്കുകയാണ്. നരേന് വീണ്ടും നരേൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ് കേട്ടോ. എന്തൊരു കഷ്ടമായത് എന്നും പറഞ്ഞ് ഉറക്കത്തിൽ തന്നെയാണ് വീണ്ടും കോൾ എടുക്കുന്നത്. എന്താ എന്നിട്ട് പറ, നീ എന്താടാ വിചാരിച്ചത് ജയപാലനെ കുറിച്ച്? എന്നെ കുരങ്ങ് കളിപ്പിക്കാമെന്നോ? അങ്ങനെ പുതിയതെന്തേലും പറ. ഏടാ, ജയപാലൻ എന്ന് കേട്ടാ പുഷ്പവാടിയിലെ ആൾക്കാർ നിക്കറെ മുള്ളും, നിനക്കറിയാവോ? ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ ജയപാല. എടാ, നിനക്കൊരു എല്ല് കൂടുതലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചത്. ആ കിളവൻ രഘുനാഥനെ വിളിച്ചിട്ടേ വലിയ കാര്യമൊന്നുമില്ല എന്നെനിക്കറിയാം. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? എടാ, അങ്ങനെ മര്യാദയ്ക്ക് താഴോട്ടിറങ്ങി വാടാ. എനിക്ക് പറയാനല്ല ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്. എന്നെ അങ്ങോട്ടേക്ക് വരുത്തരുത് എന്ന് പറയാനാണ്. എടാ, നിൻ്റെ വീടിൻ്റെ ഔട്ട് ഹൗസ് ഉണ്ടല്ലോ, അത് വാടകയ്ക്ക് കൊടുക്കാൻ പോവാന്ന് കേട്ടു. അത് ശരിയല്ല. ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്നൊന്നുമില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഇപ്പം വീട് അന്വേഷിച്ച് ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, ഒരു ശാരദയും മക്കളും. അവർക്കവിടെ താമസിക്കാൻ ഇടമില്ല, മനസ്സിലായോ? അല്ല, എനിക്ക് മനസ്സിലായില്ല, എന്താ പ്രശ്നം എന്ന് നരയൻ ചോദിച്ചു. എടാ, പല കാര്യങ്ങളും ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാതിരിക്കുന്നതാ മോനെ നരേന്ദ്ര നല്ലത്. പിന്നെ എൻ്റെ വാക്ക് ധിക്കരിച്ച് ശാരദയ്ക്കും മക്കൾക്കും വീട് വിട്ടുകൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജയപാലൻ അങ്ങ് വരും. വന്ന ബുൾഡോസർ കയറുന്നതിനേക്കാൾ കഷ്ടമായിരിക്കും. എടാ, ഔട്ട് ഹൗസ് മാത്രമല്ല, നിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്ന എല്ലാത്തിനെയും എല്ലി ഞാൻ ഒടിക്കും. തൃശ്ശൂർ പൂരത്തിന് ആമട്ട് പൊട്ടുന്നത് പോലെ പൊട്ടേക്ക് ഞാൻ, മനസ്സിലായോ? അപ്പോഴേക്കും നരയൻ പറഞ്ഞു, ഇല്ലെന്നേ ചേട്ടൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലാന്നേ. എന്താന്ന് വെച്ചാലേ, ഈ ബുൾഡോസർ കയറി ഇറങ്ങി എൻ്റെ വീട്ടിൽ ഉള്ളവരുടെ എല്ല് നുറുങ്ങുന്നത് എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ചേട്ടൻ വാ, നീ ഇങ്ങോട്ട് വാടാ ജയപാല, ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട്. ജയപാലൻ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഒരിക്കലും നരയൻ അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഒന്നും ചെയ്യാതിരിക്കുന്നതും നല്ലതാണ് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ജയപാലൻ ഒന്നും ഇപ്പം ജയപാലൻ ഫോൺ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നരയൻ അവരെ അവിടെ താമസിപ്പിക്കാനുള്ളത് ആ ഒരു ചാൻസിലാണ്. ഇതേ സമയം താഴെ അംബികാമ്മ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഭർത്താവ് പറഞ്ഞു, പോയി അവരോട് വീടില്ല എന്ന് പറയാം, നരേൻ്റെ ഇഷ്ടമേ ഇവിടെ നടക്കുകയുള്ളൂ, അവരെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നതെന്ന് അറിയാലോ. അപ്പോഴേക്കും നരേൻ ഇറങ്ങി വരാണ്. മുത്തശ്ശി, ഔട്ട് ഹൗസിൻ്റെ താക്കോൽ എന്നോട് ചോദിച്ചത് അത് അടച്ചു തുടച്ചിടാനാണ് എന്നോട് പറഞ്ഞു തരുന്നത് നുണയാണല്ലേ? അന്തം വിട്ടിങ്ങനെ നോക്കണം കേട്ടോ എല്ലാവരും പേടിച്ച്. അല്ല, ആരാണ് ഇതിൻ്റെ ഇടനിലക്കാരി? ഇളയമ്മയാണോ അതോ മുത്തശ്ശി തന്നെയാണോ?
മോനെ ഒരു മുത്തശ്ശിക്കൊരു തോന്നാബുദ്ധി തോന്നിയതാ, ഞാൻ അവരെ പറഞ്ഞു വിട്ടോളാം. എന്നാലേ അവരെ പറഞ്ഞു വിടുന്നില്ല എന്ന് നരയൻ പറഞ്ഞു. എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കാട്ടോ. അതെ, ഇനി അവരവിടെ താമസിച്ചില്ലെങ്കിലാണ് വിവരം അറിയാൻ പോകുന്നത്. എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക. നരയൻ എന്താ ഇപ്പം ഇങ്ങനൊരു മാറ്റം ഒന്നും മനസ്സിലായില്ല. എന്തായാലും ആ താക്കോല് അംബികാമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു നരയൻ. അംബികാമ്മയ്ക്ക് അങ്ങ് സന്തോഷമായി. കൃഷ്ണ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്തായാലും പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇവർ ഔട്ട് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു. എന്തായാലും ആ തിണ്ണെ കൊണ്ടുവയ്ക്കാം, ചെറുതായിട്ട് മഴയൊക്കെ ചാർന്നുണ്ട്, എന്നാൽ തിണ്ണെ കൊണ്ടുവയ്ക്കാമെന്ന് ഓർത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ആ വീട്ടിലേക്ക് കയറി ചെന്ന് വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊക്കെ ഇഷ്ടമായിട്ടോ. ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ താക്കോൽ എന്താ തരാതെ, ഇതിപ്പോൾ പണപ്പെട്ടിയുടെ താക്കോലെടുത്ത് വെച്ചിരിക്കുന്ന പോലെയാണല്ലോ, അത് ചോദിച്ച മാതിരിയാണല്ലോ എന്നൊക്കെ ഗംഗ ഇങ്ങനെ പറയുന്നുണ്ട്. അതും ശരിയാ, അല്ലെങ്കിൽ സിറ്റിയിലുള്ളവരൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ അംബികാമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്ന് കാവേരിയും പറയുകയാണ്. കാരണം നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പോഴും അമ്പലത്തിൽ വെച്ച് കണ്ട അമ്മയല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ആ അമ്മ. എന്തോ ഒരു മാറ്റം ഇല്ലായിരുന്നോ? അത് നിന്നെപ്പോലെയൊക്കെയുള്ള മക്കളെ പേടിച്ചിട്ടായിരിക്കും ചില കാരണവന്മാർക്ക് പേടിയാ എന്ന് ശാരദാമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പുഷ്പവാടിയാണ് നല്ലത് എന്ന് വിനീത് പറയാൻ വാ തുറന്നില്ല. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ഇനി തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് നമുക്ക് പുഷ്പവാടിയെക്കുറിച്ച് ചിന്തിക്കാമെന്ന്. അങ്ങനെ ഇവർ അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ കാണിക്കുന്നത് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുന്ന ശാരദയ്ക്ക് മുമ്പിലേക്ക് അകത്ത് കഥകങ്ങ് തുറക്കുമ്പോൾ ഒരു അരിവാളുമായിട്ടിരിക്കുന്ന ജയബാലനെയാണ്. അതും കാണിച്ചുകൊണ്ട് അവിടെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ജയബാലൻ വരുന്നുണ്ട് ഇവരെ തകർക്കാനൊക്കെ ആയിട്ട്. പക്ഷേ അവിടെ നിന്ന് ഗംഗയും യമുനയും കാവേരിയും നരയനും ചേർന്നിട്ട് ജയബാലനെ അടിച്ചോടിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.